ഗായ്സ്, കുറേ നാളുകളായിട്ട് നമ്മൾ നിങ്ങളെ കാണിക്കാതിരുന്നിരുന്ന രണ്ട് മോൺസ്റ്റർ ഫിഷുകളെ നമ്മളിന്ന് കാണിക്കാൻ പോവുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ പുലുവാഹയുടെ ഗ്രോത്ത് അപ്ഡേറ്റാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന രണ്ട് പുലുവാഹയാണ് നമ്മുടെ കയ്യിലുള്ളത്. സംഭവത്തിനെ കൊണ്ടുവന്ന ടൈമിൽ ഈ ഒരു കളറേഷനായിരുന്നു, നല്ല രീതിയിൽ ഓറഞ്ച് കളറേഷൻ കയറിയിട്ട് ചെറിയ സൈസായിരുന്നു. ഒരു വിരലിൻ്റെയൊക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് സംഭവം എന്തായിരുന്നു, നമ്മൾ പതിയെ കുറേ നാൾ കൊണ്ട് ഫീഡ് ചെയ്ത് ഈ ഒരു സൈസിലോട്ട് എത്തിച്ചത്. എന്നുവെച്ചാൽ നിങ്ങൾ ഓർക്കണം, നമ്മൾ ഡെയിലി ഒന്നും ഫീഡ് ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് ആപ്പാടെ ലൈവ് ഫീഡ് പിടിക്കാൻ നേരം വീക്ക്ലി മാത്രമായിരുന്നു. വീക്ക്ലി മാത്രം എന്തായിരുന്നു, ഞാനൊരു 10-20 ലൈവ് ഫീഡ് പിടിച്ച് കൊടുക്കും. അതെല്ലാത്തിനെയും അടുത്ത ആഴ്ച വരാൻ നേരത്ത് തിന്നിരിക്കും. ഒരു 2 ദിവസത്തിനുള്ളിൽ ആ ഫീഡ് ഫുള്ള് തിന്നിരിക്കും. അതായത് ഇവറ്റകളുടെ പാതിയുള്ള എന്തായിരുന്നു ലൈവ് ഫീഡൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലും ഇവന്മാരെ അകത്താക്കും. പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയാൻ നേരത്ത് അതിന് മുന്നേ ഇവന്മാരുടെ ആ ഒരു കളറേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൊണ്ടുവന്ന ടൈമിൽ ഇങ്ങനത്തെ ഓറഞ്ച് ഷെയ്ഡായിരുന്നു, ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഓറഞ്ച് ഷെയ്ഡായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ടെയിൽ ആ ഒരു ഏരിയയിലൊക്കെ കയറിയിട്ടുണ്ട്. ഒരു മണൽവാകയുടെ ആ ഒരു അപ്പിയറൻസ് തന്നെ ഇതിന് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു ഓറഞ്ച് കളറേഷൻ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ അടുത്തൊരു ഗ്രോത്ത് സ്റ്റേജിലായിട്ട് ആയിട്ടുണ്ട് ഇത്. നമ്മളിതിനെ പ്രത്യേകം പറയുവാണ്, വീക്ക്ലി മാത്രമേ നമ്മൾ ഫീഡ് ചെയ്യാറുള്ളൂ കേട്ടോ. നമുക്ക് ആ ഒരു ടൈം മാത്രമേ നമുക്ക് ലൈവ് ഫീഡ് പിടിക്കാൻ കിട്ടുന്നുള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സൺഡേ ഒരു ദിവസം കിട്ടുന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ പോയിട്ടൊരു 10-40 ലൈവ് ഫീഡ് പിടിച്ചിട്ട് ഈ അക്വേറിയത്തിൽ ഇട്ട് കൊടുക്കും. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവന്മാർ അതിനെല്ലാം അകത്താക്കും. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അവറ്റകളെ തൽക്കാലം പിടിച്ച് മാറ്റിയിട്ടേ ഈ ഒരു അക്വേറിയം നമുക്കൊന്ന് ക്ലീൻ ആക്കാം. നല്ല രീതിയിൽ ആൽഗെ പിടിച്ച് കിടക്കുകയാണ്. ഒന്നാമതേ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവത്തിൽ ഈ പുലുവാകകൾക്ക് തിന്നാൻ വേണ്ടി കുറച്ച് ടാഡ്പോൾസിൻ്റെ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളവിടെ ഇങ്ങനെ ഏഷ്യൻ കോമൺ ടോഡ് പറഞ്ഞിട്ട് ഈ സംഭവമില്ലേ, ചോറുത്തവളയെന്ന് പറയും. അപ്പോൾ അത് കയറി നമ്മുടെ ഒരു ടാങ്കിൽ കയറി മുട്ടയിട്ടിട്ട് ഇഷ്ടം പോലെ ഇങ്ങനത്തെ ചെറിയ തവളപ്രിക്കാടികൾ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവറ്റകളെ പിടിച്ച് ഇവത്തിൽ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു, ഇവറ്റകളെ കഴിക്കുമെന്ന് ഓർത്തിട്ട്. ബട്ട് എന്താണെന്നറിയില്ല, ഈ കുറേ ഇട്ട് കൊടുത്തോണ്ടാന്ന് തോന്നുന്നു ഇവന്മാർക്കൊന്നും വേണ്ട. ഇവർ കുറേ നാളായിട്ട് കഴിക്കുന്നില്ല. ചെറിയ ടാഡ്പോൾസ് ആയിരുന്നു അപ്പോൾ ഇട്ടതാണ്. ഇപ്പോൾ അതിന് കൈയും കാലും വാലൊക്കെ വെച്ച് ഇതുവരെ കഴിച്ചിട്ടില്ല. സോ നമ്മൾ ഇതിനങ്ങ് എടുത്ത് മാറ്റിയാണ്. ഈ തീറ്റ ആവശ്യമുള്ള മറ്റേതെങ്കിലും മീനുകൾക്ക് കൊടുക്കാമെന്ന് ഓർക്കുന്നു. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ അവസ്ഥയൊക്കെ കണ്ടല്ലോ, നല്ല രീതിയിൽ പൂപ്പര് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കണം. മണ്ണും ചകിരിയൊക്കെ ഉപയോഗിച്ചാൽ നമ്മൾ ക്ലീൻ ആക്കിയ, സോപ്പും കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നാലും കുറേയൊക്കെ അവിടെയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. സോ നമ്മൾ അക്വേറിയമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ആ സ്പോട്ട് മാറ്റി വേറൊരു സ്പോട്ടിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജപ്പാൻ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ജപ്പാൻ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജപ്പാൻ വെള്ളം നിറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീൻ ഇടുന്നതിന് മുന്നേ തന്നെ ഒരു 2-3 ദിവസമെങ്കിലും വെള്ളം പിടിച്ച് വെച്ചാൽ അത്രയും നല്ലത്. വെള്ളത്തിലുള്ള ക്ലോറിനേഷൻ എല്ലാം പോയി കിട്ടും. അങ്ങനെ ഡയറക്റ്റ് നിങ്ങൾ വെള്ളം ഇട്ടിട്ട് അപ്പം തന്നെ മീൻ ഇടുവാണെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഒരു തവണ മാത്രം പണി കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ ഹൈപ്പർ ക്ലോറിനേഷൻ ആയിരുന്നു. മീനുകളെല്ലാം ഇട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ചത്തുപോയി. കുറേ വർഷമായിട്ട് മീൻ വളർത്തിയിട്ട് ഒരിക്കൽ മാത്രം അങ്ങനെ വന്നിട്ടുള്ളേ. ഇപ്പം അങ്ങനെ വരത്തില്ലെന്ന് ഓർക്കുന്നു. പിന്നെ നമ്മുടെ പുലുവാക്ക് തിന്നാൻ വേണ്ടി കുറച്ച് ലൈവ് ഫീഡ് കരിങ്കണ്ണി പൂനായിട്ടൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.